എല്ലാ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബർഗർ റെസിപ്പിയുമായിട്ടാണ്. LCHF ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബർഗർ റെഡിയാക്കിയെടുക്കാം. ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ബ്രെഡും പാറ്റിയും പിന്നെ സോസുകളും വെജിറ്റബിൾസുമാണ്. ബ്രെഡിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ എങ്ങനെ പാറ്റി തയ്യാറാക്കാം എന്നും ബർഗർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നും വിശദീകരിക്കുന്നു. ലഞ്ചിനോ ഡിന്നറിനോ ഉപയോഗിക്കാവുന്ന ഒരു LCHF റെസിപ്പിയാണിത്. ഒരാൾക്ക് ഒന്ന് തന്നെ മതിയാകും. ബ്രെഡ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാക്കേണ്ടത് പാറ്റിയാണ്. പാറ്റി തയ്യാറാക്കാൻ എന്തെല്ലാമാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ചീസ് സ്ലൈസ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, 4 പച്ചമുളകും കറിവേപ്പിലയും 3 അല്ലി വെളുത്തുള്ളിയും 3 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും മിൻസഡ് മീറ്റും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 പാറ്റിക്ക് വേണ്ടിയാണ് 150 ഗ്രാം മിൻസഡ് മീറ്റ് എടുത്തത്, ഒരു മുട്ടയും എടുത്തത്. നിങ്ങൾ 2 എണ്ണത്തിനാണ് എടുക്കുന്നതെങ്കിൽ മുട്ട പകുതി മതിയാകും. ഫ്രഷ് മീറ്റാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ വേവിച്ചതിന് ശേഷം പൊടിച്ചെടുക്കണം. ഞാൻ ഈ മിൻസഡ് മീറ്റ് 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റി തയ്യാറാക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി വേവിച്ചെടുത്ത മീറ്റ് ചേർത്തു. അതിലേക്ക് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ പാകത്തിന് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം ഉപ്പും എരിവും നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മുട്ട ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളെടുത്ത ഇറച്ചിക്ക് പാകത്തിന് മുട്ട ചേർത്താൽ മതി. കുഴച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്യണം. കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുന്ന പോലെ കയ്യിൽ വെച്ചുകൊണ്ട് ഷേപ്പ് ചെയ്യാം. നിങ്ങളുടെ ബ്രെഡിന് പാകത്തിന് ഷേപ്പായി കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ പാകത്തിനുള്ള ഒരു ഡപ്പയുടെ മൂടി എടുക്കുക. എന്നിട്ട് അതിൽ റാപ്പിംഗ് ഷീറ്റ് ഇട്ടതിൻ്റെ ശേഷം അതിൽ മീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയൊരു ഫ്രൈ പാനിലാണ് മീറ്റ് ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നത്. ഇത് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അടിഭാഗം ഫ്രൈ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റൊരു ഫ്രൈ പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ കെയറോട് കൂടി നമുക്ക് പാറ്റി തയ്യാറാക്കാനാണ് ഞാൻ ഈ ചെറിയ ഫ്രൈ പാൻ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ചട്ടുകം കൊണ്ട് മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഒരു ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ മറ്റോ ഫ്ലിപ്പ് ചെയ്ത് മറിച്ചിടുകയാണ് നല്ലത്. നിങ്ങൾ പാറ്റിക്ക് ഫില്ല് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യണം. ഗ്യാപ്പ് കൊടുക്കരുത്. സാധാരണ മീറ്റ് തീരെ വേവിക്കാതെ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് മാത്രം വേവിച്ചെടുക്കുന്നവരുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. കൂടുതൽ ഉള്ളു വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ 10 മിനിറ്റ് വേവിച്ചെടുത്തത്. തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേവിച്ചെടുക്കാൻ എനിക്കത്ര ഉത്തമം തോന്നിയില്ല. ഇനി അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ചെറിയ തീയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാറ്റി മേക്കർ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഈസി ആയിട്ട് അതിൽ പാറ്റി തയ്യാറാക്കിയെടുക്കാം. നേരത്തെ ജാറിൻ്റെ മൂടിയിൽ പാറ്റി തയ്യാറാക്കിയെടുക്കുന്നത് പറഞ്ഞ പോലെ റാപ്പിംഗ് ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയും ചെയ്യാം. പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇപ്പം സൈഡിലൊക്കെ ചെറുതായി ചുവന്ന് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറുഭാഗവും മൊരിയാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ പാറ്റി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മീറ്റ് ഫില്ല് ചെയ്യുകയാണ്. രണ്ടാമത്തെ പാറ്റി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടിവശം ഒന്നുകൂടെ ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. കൂടുതൽ കെയറാകും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ, പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കുറയും. ഇനി ചൂടോടെ തന്നെ ഒരു ചീസ് സ്ലൈസ് മുകളിൽ വെച്ച് കൊടുക്കാം. ചൂടോടെ വെക്കുമ്പോഴാണ് ഈ ചീസ് ഒന്ന് മെൽറ്റായിട്ട് പാറ്റിയോടൊന്ന് യോജിച്ച് കിട്ടുക. ഇനി അടുത്ത പാറ്റി ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ 2 പാറ്റിയും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. ടൊമാറ്റോ സോസും മയണൈസും ഓരോ ടേബിൾ സ്പൂൺ വീതവും, ചില്ലി സോസ് 1 ടീസ്പൂണും എടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡും എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 കളറിലുള്ള ബെൽ പെപ്പറും ലെറ്റ്യൂസും 2 സ്ലൈസ് ഓണിയനും ഒലീവ്സും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇനി സോസുകൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ബർഗറിലേക്കാണ് ഞാൻ ഇത്രയും സോസ് എടുത്തിട്ടുള്ളത്. 1 ബർഗറിലേക്കാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കണം. ഇനി ആദ്യം ബ്രെഡിൽ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. മുകളിൽ പാറ്റി വെക്കാം. വീണ്ടും സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ, റെഡ്, ഗ്രീൻ ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നിർബന്ധമില്ല, ഇല്ലാതെയും ലെറ്റ്യൂസും ബ്രെഡും പാറ്റിയും മാത്രം വെച്ച് നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. ഇനി മുകളിൽ ഒരു ലെറ്റ്യൂസ് കൂടി വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ബ്രെഡിലും സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി കമഴ്ത്തി വെക്കുക. അങ്ങനെ ഇവിടെ ഈസി LCHF ബർഗർ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊരു ഈസി വീഡിയോ ആയി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. LCHF ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ബ്രെഡും പാറ്റിയും അതുവഴി ബർഗറും തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഉപയോഗിച്ച സോസ് എല്ലാം ഹോം മെയ്ഡാണ്. യാതൊരു കാർബ്സും പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം. സോസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും LCHF റെസിപ്പീസ് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി.